ഹായ്, നമ്മളിപ്പോൾ ശ്രുതി സായി ടെമ്പിളിലേക്ക് പോവുകയാണ്. നമ്മൾ കന്യാകുമാരി വന്ന് ശുചീന്ദ്രം കണ്ടു, വിവേകാനന്ദ റോക്ക് കണ്ടു. ഇനി നമ്മൾ ശ്രുതി സായി ടെമ്പിൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ്. നിങ്ങളതാണ് കാണുന്നത്. നിങ്ങൾ മരത്വാമല ഇവിടെയുണ്ട്. ആ മരത്വാമലയിലേക്ക് എൻ്റെ മോൻ അവിടെ ഉയർന്ന് നല്ല ഏറ്റവും മുകളിൽ വരെ കയറിയിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞു പോയി. ആദ്യം കണ്ടതാണ് മരത്വാമല. വലിയൊരു മലയാണത്. അത് അവൻ അവിടെ മെഡിറ്റേഷനൊക്കെ ചെയ്യും, ഇടയ്ക്കൊക്കെ പോയി. അത് ഭയങ്കര റിസ്ക്കായ ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുകയാണ്. ഇവിടെ വലിയൊരു വേപ്പ് മരമുണ്ട്. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് വേപ്പ്. അമ്പലത്തിൻ്റെ സൈഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്രുതി സായി ഏത് അമ്പലം ഉണ്ടെങ്കിലും ശ്രുതി സായി എടുത്ത് പോവുക എന്നത്. നമ്മൾ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ ശ്രുതിയിൽ പോയിരുന്നു. അപ്പോഴാണ് ഇവിടെ ഒരു അമ്പലമുണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോ ഇതുപോലുള്ള ഇടാനും നിങ്ങൾക്കത് കാണുവാനും സാധിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ശ്രുതി സായി ടെമ്പിള്. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ 12 മണി വരെ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് മുന്നേ ഞങ്ങൾ എത്തിയതാണ്. ഇതാണ് ആ വേപ്പ് മരം. ഭഗവാൻ എവിടെ ഉണ്ടോ അവിടെ വേപ്പ് കാണും. വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഭഗവാൻ ധ്യാനിച്ചത്. അതിന് മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. സച്ചരിതം വായിക്കുന്നവർക്കറിയാം. അങ്ങനെ അമ്പലമാണിത് കാണുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് കയറണം. ഞങ്ങൾ പോയ എല്ലാവരും സായി ഡിവോട്ടികളാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാനും അവർക്കെല്ലാം വളരെ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളോടൊപ്പം വന്നത്. അപ്പോൾ ഇവിടെ പോകുന്നതെന്നും കൂടെ പറഞ്ഞപ്പോഴാണ് ഇവരെല്ലാവരും ഒത്തുചേർന്നത്. ഭഗവാനെ കാണുക എന്നത് വലിയൊരാഗ്രഹമാണ്. എല്ലാവർക്കും ചിലപ്പോൾ ശ്രുതി പോകാൻ പറ്റത്തില്ല. ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമേ ശ്രുതി പോയിട്ടുള്ളൂ. പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ പോയിട്ടുണ്ട്. ബാക്കി ആരും പോയിട്ടില്ല. അപ്പോൾ അവർക്കെല്ലാം അവിടെ ഒന്ന് കാണണമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. ഇവിടെ ഈ ശ്രുതിയെ പോലെ തന്നെയാണ് ബാബ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി ഭഗവാനെ കാണുക എന്നത് ഏറ്റവും വലിയൊരാഗ്രഹമാണ്. എവിടെ ശ്രുതി സായി ടെമ്പിൾ ഉണ്ടോ അവിടെ നമുക്ക് പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. ഭഗവാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ യാത്രയെല്ലാം ചെയ്യാൻ പറ്റിയതും എല്ലാം. ഭഗവാന്റെ പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ഭയങ്കര ഡിവോട്ടിയാണ്. കുഞ്ഞമ്മ എല്ലാ ദിവസവും സായി സച്ചരിതം വായിക്കും. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് ശ്രുതി വരെ പോകാൻ പറ്റത്തില്ല. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് അവിടെ ബാബാ ക്ഷേത്രം ഉണ്ടെങ്കിൽ മോളെ നീ ഒന്ന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ വന്നത്. അങ്ങനെ കുഞ്ഞമ്മ നിന്ന് തൊഴുകയാണ്. അപ്പോൾ നിങ്ങളെ കൂടി അകത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാവില്ല. നമുക്ക് ശ്രുതിയിലോ അകത്തുള്ളയൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കാണുക. അതാണ്ട് ഈ പടം നല്ല എനർജിയുള്ള ഫോട്ടോയാണ്. കണ്ട് അകത്തെ കാര്യങ്ങളൊക്കെ കാണുക. ഭഗവാൻ ഇങ്ങനെ എല്ലാവരെയും പ്രസാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ശ്രുതിയിൽ പോയ അതേ ഫീലിംഗ് തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത്. അകത്ത് ചെല്ലുമ്പോൾ നല്ലൊരു ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് തൊഴുകയാണ്. കാണുക. ഭഗവാനെ കണ്ട് തൊഴാനായിട്ടുള്ള ഒരാഗ്രഹത്തോടു കൂടി പോവുകയാണ്. ആ ഇരിക്കുന്ന പ്രതിമ തന്നെയാണ് ഇവിടെയും ഇരിക്കുന്നത്. നമ്മളവിടെ നിന്ന് എങ്ങനെയാണോ തൊഴുന്നപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫീലിംഗ് അതുപോലെ തന്നെയാണ്. നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഭഗവാന്റെ ആ ദർശനം നിങ്ങൾക്കും കിട്ടട്ടെ. അതുകൊണ്ട് മാത്രമാണ് ഇത് ഞങ്ങളിപ്പോൾ ഇടുന്നത്. അതേ രൂപം തന്നെയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ശ്രുതി എന്ന് പറയാൻ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടും തിരക്കിൽ അകപ്പെട്ടുമാണ് നമ്മൾ ശ്രുതിക്കകത്തേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്ന സമയം നമ്മുടെ കാൽപാദം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. ഭഗവാന്റെ പാദമാണ് നിങ്ങൾ കണ്ടത്. ആ പാദത്തിൽ തൊട്ട് തൊഴുന്നത് വലിയ അനുഗ്രഹമാണ്. ശ്രുതിയിലും അങ്ങനെ തന്നെയാണ്. അതേ ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് അമ്പലത്തിൻ്റെ അകമാണ്. ഇത് തിരുമേനിയാണ് നിൽക്കുന്നത്. അവിടുത്തെ പുരോഹിതൻ അവിടെ നമുക്ക് പ്രസാദമൊക്കെ തന്നിരുന്നു. അങ്ങനെ ഭഗവാനെ കാണുക എന്നത് വലിയൊരാഗ്രഹമായിരുന്നു.
നമ്മളെ ദിവസവും ഭഗവാനെ പൂജിക്കുകയും എല്ലാ വ്യാഴാഴ്ചയും പൂജയും മാസത്തിലൊരിക്കൽ സത്സംഗമൊക്കെ നടത്തുന്നതല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ചിന്ത ഭഗവാൻ എവിടെയുണ്ടോ അവിടെ നമുക്ക് ദർശിക്കണം എന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ പോയില്ലെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിൻ്റെ എല്ലാ റൂമിലും ഭഗവാനുണ്ട്. എല്ലായിടവും ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരം രാവിലെ പുലർന്നു കഴിഞ്ഞാൽ എപ്പോഴും എവിടെ നോക്കിയാലും ഭഗവാന്റെ പടമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് വിശ്വാസത്തോടെ ദർശിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ഭഗവാൻ തീർച്ചയായിട്ടും കാണും. നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. നമ്മുടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും സാധിച്ചു തരുന്നതാണ്. എനിക്ക് വ്യക്തിപരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട്. കണ്ട ഭഗവാന്റെ ഒരു വിഗ്രഹം അതിനകത്തിരിക്കുകയാണ്. നമുക്ക് തൊട്ട് തൊഴാം. എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി ഈശ്വരൻ എനിക്ക് തരാറുണ്ട്. അത് ഓരോ കാര്യങ്ങളിലൂടെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥനയും ഒന്നും ചെയ്യേണ്ടതല്ല. ഓം സായി എന്ന് മാത്രം വിളിച്ചാൽ മതി, ഭഗവാൻ നമ്മളോടൊപ്പം കാണും. ജാതി മതഭേദങ്ങൾ ഒന്നും തന്നെ ബാബയ്ക്കില്ല. എന്ത് നിബന്ധനകളുമില്ല. ഇന്നത് വേണം, നമുക്ക് ഇന്നത് ഈ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഈ പൂജ ചെയ്യുന്നതിന് ഇങ്ങനെ വൃതാചാരങ്ങളൊന്നുമേ തന്നെ ഇല്ല. ഭഗവാനെ ഹൃദയം തുറന്ന മനസ്സുകൊണ്ടുകൂടി ഭഗവാനെ വിളിച്ചാൽ തീർച്ചയായിട്ടും വെളിപ്പുറത്ത് വരുന്ന ഒന്നാണ് ശ്രുതി സായി ബാബ. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ അനുഭവങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സത്സംഗം നടത്തുമ്പോഴും ഭഗവാനെ ദർശിക്കുന്ന ഓരോരുത്തർക്കും ആ അനുഭവങ്ങളുള്ളതാണ്. നിങ്ങൾ ഭഗവാനെ വിളിച്ച് ഈ ഫോട്ടോയിൽ ഈ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾ ഓം സായിറാം എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അനുഭവം, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് പ്രതിഫലം കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും എപ്പോഴും കയറി വരാവുന്ന ഒരു അമ്പലമാണ് ശ്രുതി സായിയുടെ അടുത്ത്. അപ്പോൾ ഇവിടെ വന്നത് തന്നെ നമുക്കൊരു ഭാഗ്യമാണ്. ബാബയെ കണ്ടത് ഭാഗ്യം. ബാബയെ നമുക്ക് തൊട്ട് തൊഴാൻ പറ്റി. വലിയൊരു ഹാളാണ്. അവിടെ നമ്മൾ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരമൊക്കെ അവിടെ ഇരുന്നു. നല്ലൊരു കുളിർമയും തണുപ്പും ഒക്കെയാണ് അവിടെ. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരുമാണ് ഇരിക്കുന്നത്. എൻ്റെ കുഞ്ഞമ്മയുടെ മോന് ആ കുഞ്ഞിനും എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഓം സായി എന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് ഒരു അനുഭവം ഉണ്ടായതാണ്. ആ കുട്ടിയുടെ ഡെലിവറി സമയത്ത് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞതാണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് വളരെ BP കൂടി നമ്മൾ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ എങ്ങനെ എത്തുമെന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ബാബയുടെ അടുത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതും, അവൻ അന്ന് അധികം വിശ്വാസമൊന്നും ഇല്ലാത്തിരുന്നൊരു സമയമാണ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ച്, കാൽപാദത്തിൽ തൊട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ആ കുട്ടി എങ്ങനെ രക്ഷപ്പെട്ടെന്ന് നമുക്ക് അത്ഭുതമാണ്. ഞാൻ ഇവിടുന്ന് മുക്കോലയ്ക്കൽ ട്രിവാൻഡ്രത്തെ അമ്പലത്തിൽ പോയി അവിടുന്ന് ഭസ്മം വാങ്ങിച്ച്, അന്ന് ഞാൻ ശ്രദ്ധയിൽ പോയിട്ടില്ല, അവിടുന്ന് ഭസ്മം കൊണ്ടുവന്ന് ആ കുട്ടിക്ക് ICUയിൽ ഒരു മനുഷ്യരെ അങ്ങോട്ട് കയറ്റുന്നില്ല. പക്ഷേ എന്നെ കണ്ടപ്പോൾ ആ സിസ്റ്റർ കയറ്റി. അങ്ങനെ ഞാൻ ആ ഭസ്മം ഒന്നും അവിടെ അകത്ത് കൊണ്ടുപോകാൻ പാടില്ല. എങ്ങനെയാണോ അവൻ ആ ICUയിൽ ആ കൊച്ചിന് ആ നെറ്റിയിൽ ഭസ്മം ഇട്ട ഉടൻ തന്നെ അതിൻ്റെ അസുഖങ്ങൾ മാറുകയും ഒരുപാട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആ കുട്ടി സുഖമായിട്ട് പ്രസവിക്കുകയും ചെയ്ത്. അങ്ങനെ ആ കുഞ്ഞിനെ തന്നെ ഒരു അത്ഭുതമാണ് ആ കുട്ടി. ആ കുഞ്ഞ് ആദ്യമായിട്ട് സംസാരിച്ചത് തന്നെ സായി എന്ന് തന്നെ വിളിച്ചാണ്. അങ്ങനെ ഇപ്പോഴും അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. അവരെ വീട്ടിൽ ബാബയുടെ പൂജയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അവരുമായിട്ടാണ് വന്നത്. എൻ്റെ കുഞ്ഞമ്മയുടെ മോനും മക്കളും. അവൻ ഞങ്ങളെക്കാട്ടും മുന്നേ ശ്രുതി പോകാനുള്ളൊരു ഭാഗ്യവും അവന് കിട്ടി. അങ്ങനെ ആ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിശ്വാസമാണ്. ബാബ കൊടുത്ത കുഞ്ഞാണത്. അങ്ങനെ ഇവിടെ അതാണ്ട് ധ്വനി, നമ്മുടെ ഉതി ഇവിടെ നിന്നാണ് കത്തിയാണ് ഉതി അവിടുന്ന് ഭസ്മം എടുക്കുന്നത്. ഭഗവാന്റെ ധ്വനി നമ്മുടെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഭഗവാന്റെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലായിടത്തും പോയി തൊഴുകയാണ്. വലിയൊരു വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ഓരോ പല പല ചെറിയ റൂമുകളായിട്ട് അവിടെ ഉണ്ട്. ഭഗവാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ സ്ഥലത്തും ഞങ്ങൾ പോയി തൊഴുതു. എൻ്റെ മോളും മോനും എല്ലാവരും ഉണ്ടായിരുന്നു. മോന് ഭയങ്കര വിശ്വാസമാണ്. അവനാണ് ഈ വിശ്വാസത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ബാബ എന്തോ ആണെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പണ്ട് ഒമാനിലായിരുന്ന സമയത്ത് ഒരു ബാബയുടെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ച്, പക്ഷേ സത്യം പറഞ്ഞാൽ അത് ശ്രുതി സായി ബാബയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അതിനെയും ആരാധിക്കുമായിരുന്നു, എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ മോൻ ഇങ്ങനെ വന്ന് അവന് ബുക്കുകളൊക്കെ വായിച്ച് അതിൽ കൂടെയാണ് ശ്രുതി സായി ബാബ നമ്മുടെ പൂജാമുറിയിലുണ്ടെന്നും
അങ്ങനെ നമുക്കൊരു അത്ഭുതങ്ങളായിട്ടാണ് പല കാര്യങ്ങളും സംഭവിച്ചത്. അങ്ങനെ പിന്നെ അന്ന് മുതൽ നമ്മൾ സച്ചരിതം വായിക്കുകയും ഒക്കെ ചെയ്യും. അതാണ്ട് ഇത് ബാബയെ നമുക്ക് തൊട്ട് തരാം. ഒരു മെഡിറ്റേഷൻ ഹാളാണ്. ഈ ബാബ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മളെല്ലാവരും വന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാബയെ തടവി കാലിലൊക്കെ തടവി നമുക്ക് സങ്കടങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ബാബയെടുത്ത് പറയാനായിട്ട് അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ ഞങ്ങളുടെ കൂടെ വന്നവർ ഓരോരുത്തരും ഓരോ സങ്കടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, നമ്മളൊരാളുടെ എഴുതുന്നത് നമ്മൾ വായിക്കില്ലല്ലോ, എല്ലാവരും എഴുതി. അത് സംഭവിക്കും, അത് നടക്കുക എന്നാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പം അവിടുത്തെ പുരോഹിതൻ പറഞ്ഞിങ്ങനെ ബുക്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിങ്ങളുടെ ബാബയോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതാൻ. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ എഴുതിയിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ അവിടെയുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള വലിയൊരു അമ്പലമാണ്. നല്ലൊരു ഭയങ്കര ഒരു തണുപ്പാണ് അവിടെ നിന്നപ്പോൾ. ഞങ്ങൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, മിനി തിരുപ്പതി അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം. ബാബയുടെ അടുത്തുനിന്ന് പോകണമെന്ന് ഒട്ടും താല്പര്യമില്ല.